ഹലോ, കടുപ്പത്തിലൊരു കഥയുടെ ഈ സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റഷ്യൻ കഥയായ മീഷ്കയാണ്. മീഷ്കയുടെ രണ്ടാം ഭാഗം തുടങ്ങാം. മുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ മീഷ്ക ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവന് അവിടെ പേടിയും ഏകാന്തതയും അനുഭവപ്പെട്ടു. അമ്മയുടെ പിന്നാലെ മുറ്റം മുറിച്ച് കടക്കുമ്പോഴെല്ലാം അവൻ മായിലിക്കിനോട് ഏറ്റുമുട്ടി. താൻ കാലത്തെ സംഭവം മറന്നിട്ടില്ല എന്ന് കാണിക്കാൻ എന്നവണ്ണം അവൻ മായിലിക്കിനെ നോക്കി തല കുലുക്കുകയും ഒരു കാൽ ആഞ്ഞ് നിലത്ത് ചവിട്ടുകയും ചെയ്തു പോന്നു. ഓരോ പ്രാവശ്യവും മറുപടിയായി മായിലിക്ക് ഉറക്കെ മുറുമുറുക്കും. ഉച്ചയായപ്പോഴേക്കും മീഷ്കയ്ക്ക് വീണ്ടും വിശപ്പ് കലശലായി. അവൻ അമ്മയുടെ മുമ്പിൽ വന്നു നിന്ന് "എന്റെ പാലെവിടെ?" എന്ന് ചോദിക്കുന്ന മാതിരി അമ്മയുടെ വയറ്റിൽ ഇടിച്ചുകൊണ്ടിരുന്നു. അമ്മ തന്റെ സ്വന്തം അമ്മയാണെന്നും പാല് തരേണ്ടത് അവരുടെ ചുമതലയാണ് എന്നും അവൻ ധരിച്ചു വെച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. അമ്മ ചിരിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റിയിട്ട് അവന്റെ ഭക്ഷണം തയ്യാറാക്കി. അമ്മ പാൽ നിറച്ച പാത്രം തറയിൽ വെച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയാമായിരുന്നു. ഇപ്പോൾ അമ്മയുടെ വിരലുകൾ അവനെ നയിക്കേണ്ട ആവശ്യമേ ഇല്ല. അവൻ തല പാത്രത്തിനുള്ളിലേക്കിട്ട് പാൽ കുടിച്ചു തുടങ്ങി. എന്നാൽ അവന് ധൃതിയും ആർത്തിയും കുറച്ചു കൂടിപ്പോയതുകൊണ്ട് പാത്രം മറിഞ്ഞ് പാൽ നിലത്തു വീണു. "ദൈവമേ!" അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. "അവനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എത്ര പാടുപെട്ടു, എന്നിട്ടും അവനത് തട്ടിമറിച്ചു." എന്നാൽ പരാതി പറഞ്ഞതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. അവന് കുറെ കൂടെ പാൽ കൊടുക്കുക എന്നതല്ലാതെ അമ്മയ്ക്ക് ഗത്യന്തരമില്ലായിരുന്നു. അവൻ അമ്മയെ ഇടിക്കാൻ തയ്യാറാകുന്നത് അമ്മ കണ്ടു. അമ്മ വീണ്ടും പാത്രത്തിൽ പാൽ നിറച്ചു. ആദ്യത്തെ കുറെ ദിവസങ്ങളിൽ അവൻ അമ്മയുടെ പിന്നിൽ നിന്ന് മാറിയിരുന്നില്ല. അവൻ തിന്നാനും ഉറങ്ങാനുമാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. ഞങ്ങൾ അവനോട് അടുക്കാൻ വളരെ പണിപ്പെട്ടിട്ടും അവൻ ഞങ്ങളെ ശ്രദ്ധിച്ചതേയില്ല. ഞങ്ങൾ കൊടുക്കുന്ന ആപ്പിൾ, റൊട്ടി മുതലായ തീറ്റ സാധനങ്ങൾ അവൻ സ്വീകരിച്ചിരുന്നു എന്നത് ശരി തന്നെ. പക്ഷേ ഞങ്ങളോട് വലിയൊരു സൗജന്യം കാണിക്കുകയാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ പുച്ഛരസത്തിൽ ഞങ്ങളെ നോക്കിക്കൊണ്ടാണ് അവൻ ഇത് സ്വീകരിച്ചിരുന്നത്. മാസങ്ങൾ 2 കഴിഞ്ഞു. ഇതിനിടയിൽ മീഷ്ക ഞങ്ങളോടും ചുറ്റുപാടുകളോടും ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. അവനിപ്പോൾ പട്ടികളെ പേടിയില്ല. വീട്ടിൽ നിന്നും വളരെ ദൂരം അവൻ നടക്കാൻ പോവുക പതിവായിരുന്നു. അവന്റെ മുതുകത്തും പള്ളകളിലും ഉണ്ടായിരുന്ന വെളുത്ത പാടുകൾ അപ്രത്യക്ഷമായി. അവന്റെ രോമം കൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. എല്ലാ ആൺകുട്ടികൾക്കും കാട്ടാടുകളുടെ കുട്ടികൾക്കും പിന്നീട് അപ്രത്യക്ഷമാകുന്ന ഇത്തരം വെളുത്ത പാടുകൾ ഉണ്ടായിരിക്കും. അവന്റെ നെറ്റിയിൽ 2 ചെറിയ മുഴകൾ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് കൊമ്പുകളായി തീരേണ്ട മുഴകളായിരുന്നു അവ. അമ്മ മീഷ്കയെ നല്ലവണ്ണം തീറ്റിയിരുന്നു. അവൻ കൊഴുത്തുരുണ്ടു. ഓരോ പ്രാവശ്യവും അവൻ ഓരോ കുടം പാൽ കുടിച്ചിരുന്നതുകൊണ്ട് വളരെ വേഗമാണ് അവൻ വളർന്നത്. അമ്മ അസ്വസ്ഥയായി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവന് 3 നേരം പാല് കൊടുക്കണം. ഇങ്ങനെ പോയാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാല് തികയില്ല. അമ്മ അവനുള്ള പാലിൽ കുറേശ്ശെ വെള്ളം ചേർക്കാൻ തുടങ്ങി. ആദ്യം 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. പിന്നീട് വെള്ളത്തിന്റെ അളവ് കൂട്ടി ഒടുവിൽ 1 പാത്രം വെള്ളത്തിൽ അമ്മ 1-2 കപ്പ് പാൽ ഒഴിച്ചാലായി. മീഷ്കയ്ക്ക് പക്ഷെ അതിൽ പരാതിയില്ല എന്ന് തോന്നി. അവൻ സ്വാദോടെ അത് കുടിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇതിനൊരു മാറ്റമുണ്ടായി. പതിവ് പോലെ വെള്ളത്തിൽ കുറച്ചു പാലൊഴിച്ച് അമ്മ അവന് കൊടുത്തു. അവനൊരു മുക്കറയിട്ടുകൊണ്ട് പാൽപാത്രം തട്ടിമറിച്ചു. അതിനുശേഷം അവൻ പാൽ തൊട്ടിട്ടേയില്ല, വെള്ളം ചേർക്കാത്ത പാൽ പോലും. അവന്റെ ശൈശവം അവസാനിച്ചിരുന്നു. മീഷ്ക ഇപ്പോൾ പുതിയൊരു ഭക്ഷണക്രമത്തിലേക്ക് മാറി. കന്നുകാലികളുടെ തീറ്റയിൽ അവനും പങ്കുചേരും. കുതിരകൾക്ക് ഓട്സ് കൊടുക്കുമ്പോഴൊക്കെ അവൻ ഓടിയെത്തി. അവന് കുതിരകളെ കുറേശ്ശെ പേടിയായിരുന്നു. അവയുടെ തീറ്റത്തൊട്ടിയിൽ അവൻ തലയിടുന്നത് അവ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ തരം കിട്ടുമ്പോഴെല്ലാം അവനെ കുതിരകൾ കടിക്കും. ഈ അപമാനം നികത്താൻ എന്നവണ്ണം ഞങ്ങളുടെ പശുവിനോട് മീഷ്ക അങ്ങേയറ്റത്തെ അവജ്ഞ കാണിച്ചു. അമ്മ പശുവിനുള്ള തീറ്റ കൊണ്ടുവച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ഉടനെ മീഷ്ക എവിടെ നിന്നെങ്കിലും ഓടിയെത്തി പശുവിനെ തള്ളി മാറ്റിയിട്ട് അത് തിന്നു തുടങ്ങും. പാവം പശു ദയനീയമായി അവനെ നോക്കിക്കൊണ്ട് ഒരു വശത്തേക്ക് മാറി നിൽക്കും. "എടാ തെമ്മാടി, നീ എന്താണ് ഈ ചെയ്യുന്നത്?" അവന്റെ ഈ പകൽക്കൊള്ള കാണുമ്പോൾ മുതിർന്നവർ ശകാരിക്കും. അപ്രതീക്ഷിതമായി ഈ ശകാരം കേട്ട് മീഷ്ക മുകളിലേക്ക് ചാടും. പലവിധ അഭ്യാസങ്ങൾ കാട്ടിയിട്ട് അവൻ വേലി ചാടി അടുത്തുള്ള കുന്നിൻ മുകളിലേക്ക് പോകും. മീഷ്ക എന്തും തിന്നാൻ തയ്യാറായിരുന്നു. സിഗരറ്റ് കുറ്റികൾ ഒരു വിശിഷ്ട ഭോജ്യമായി അവൻ കരുതി. ഫോറസ്ട്രി ഓഫീസിന്റെ ജനാലയ്ക്ക് കീഴെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്
അവൻ സിഗരറ്റ് കുറ്റികൾ ശേഖരിക്കും. സിഗരറ്റിനുള്ളിലെ പുകയിലയും സിഗരറ്റ് കടലാസും ചവയ്ക്കാൻ അവനൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു. പ്രസരിപ്പുള്ള പ്രകൃതമായിരുന്നു ഞങ്ങളുടെ മീഷ്കയുടേത്. ഓടുകയും ചാടുകയും കുസൃതി കാട്ടുകയും ചെയ്യാൻ അവൻ എപ്പോഴും ഒരുക്കമായിരുന്നു. മുറ്റത്തുകൂടി ഉദാസീനനായി നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ചിലപ്പോൾ അവൻ തല ഉയർത്തി ചെവികൾ കൂർപ്പിച്ച് വീടിന് വലം വെച്ച് റോഡിലേക്ക് ഓടും. പുഴ വരെ ഓടിച്ചെന്നിട്ട് അവൻ കുന്നിൻപുറത്തേക്ക് പായും. വഴിയിലുള്ള പാറകളും കടപുഴകിയ മരങ്ങളും ചാടിക്കടന്ന് പിൻകാലുകൾ പൊക്കി അവൻ പാഞ്ഞു പോകുന്നത് ആഹാ, നല്ലൊരു കാഴ്ചയായിരുന്നു. ഒരു ദിവസം അമ്മ മുറ്റത്ത് തുണികൾ തോരയിട്ടു. മീഷ്ക അമ്മയുടെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഏറ്റവും വലിയ ഒരു വിരിപ്പ് തിരഞ്ഞെടുത്ത് സാവധാനം ചവച്ചു തുടങ്ങി. കുറേ സമയം അതും ചവച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നു. ഞങ്ങൾ എപ്പോഴും കളിക്കാറുള്ള തോപ്പ് സന്ദർശിക്കണം എന്ന് അവനൊടുവിൽ തീരുമാനിച്ചു. അവൻ വിരിപ്പ് അഴയിൽ നിന്ന് വലിച്ചെടുത്ത് തലവഴി ഇട്ടുകൊണ്ട് അവന്റെ യാത്ര തുടങ്ങി. വിരിപ്പിന്റെ ഒരറ്റം നിലത്തിഴഞ്ഞുകൊണ്ടേയിരുന്നു. ഭാഗ്യത്തിന് ആരോ അതുകൊണ്ട് ഓടി വന്ന് വിരിപ്പ് വലിച്ചെടുത്തു. പക്ഷേ വിരിപ്പിന്റെ ഒരു നല്ല ഭാഗം പിഞ്ചിപ്പോയി കഴിഞ്ഞിരുന്നു. തൊടുന്നതിന് മുമ്പ് തന്നെ അവിടെ കീറിപ്പോയി. കാണുന്നതൊക്കെ ഇങ്ങനെ ചവയ്ക്കാനുള്ള അവന്റെ ആ പ്രവണത അങ്ങേയറ്റം അരോചകമായിരുന്നു. അത് വളരെ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. കർട്ടൻ, മേശവിരി, തൂവാലകൾ മുതലായവയിലെല്ലാം അവന്റെ പല്ലുകൾ പ്രവർത്തനം നടത്തും. യൂലിയയുടെ ഏറ്റവും നല്ല ഉടുപ്പിന്റെ ഒത്ത നടുക്ക് അവനൊരു ദ്വാരമുണ്ടാക്കി. പാവം യൂലിയ അന്ന് എത്ര കരഞ്ഞുവെന്നോ. ഒരു ദിവസം അച്ഛൻ അലമാരിയുടെ താക്കോൽ അന്വേഷിച്ചു. എപ്പോഴും തൂങ്ങിക്കിടക്കാറുള്ള ആണിയിൽ അതില്ലായിരുന്നു. ഞങ്ങൾ അന്ന് മുഴുവൻ തപ്പി വീടും പരിസരവും മുഴുവൻ ചികഞ്ഞു നോക്കി. പക്ഷെ അത് കണ്ടുകിട്ടിയില്ല. പൂട്ട് തല്ലിപ്പൊളിക്കാൻ ഞങ്ങൾ മടിച്ചു. കാരണം നേർത്ത തുകൽ വാറിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ താക്കോല് കൊണ്ട് തുറക്കാവുന്ന നല്ല ഒന്നാന്തരം ഇംഗ്ലീഷ് പൂട്ടായിരുന്നു അത്. ആരായിരിക്കും ആ താക്കോൽ എടുത്തത്? എന്തൊരു അക്രമമാണിത്! അച്ഛൻ കയർത്തു, ആരോടെന്നില്ലാതെ. അത് കണ്ടുപിടിക്കാം എന്നുള്ള ആശ മിക്കവാറും അസ്തമിച്ചപ്പോൾ മീഷ്കയുടെ വായിൽ എന്തോ തൂങ്ങിക്കിടക്കുന്നത് അമ്മ കണ്ടു. അമ്മ അവന്റെ അടുത്ത് ചെന്ന് അത് വലിച്ചെടുത്തു. താക്കോൽ തൂക്കിയിരുന്ന തുകൽ വാറാണ് അവന്റെ വായിൽ നിന്ന് തൂങ്ങിക്കിടന്നിരുന്നത്. അതിന്റെ പകുതിയും താക്കോലും അവൻ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇവന് ഭ്രാന്താണ്, അച്ഛൻ കോപിച്ചു. ഇത്തരം ദഹിക്കാത്ത പദാർത്ഥങ്ങൾ തിന്നുന്നത് കൊണ്ട് മീഷ്കയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടാകും എന്ന് ഞങ്ങൾ പേടിച്ചു. എന്നാൽ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചില്ല. അവൻ തുടർന്നും ഇമാതിരി വിചിത്ര വസ്തുക്കൾ തിന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഞങ്ങൾ ഒരു കുതിരക്കോപ്പിന് ടാർ പുരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മീഷ്ക ജീനിയുടെ പട്ട തട്ടിയെടുത്തു. നീളമുള്ള ഒരു വെളുത്ത ചരട് മീഷ്ക ചവച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ കണ്ടു. അദ്ദേഹം അത് വലിച്ചെടുത്തു. ഒരു മുഴം നീളമുള്ള ഒരു തുകൽ വാറായിരുന്നു അവന്റെ വായിൽ ഉണ്ടായിരുന്നത്. വാറിന്റെ മധ്യത്തിൽ ഒരു ഇരുമ്പ് വളയവും തൂങ്ങിക്കിടന്നിരുന്നു. വടി പോലെ ഇരുന്നിരുന്ന ആ കറുത്ത വാറ് അവൻ ചവച്ച് ചവച്ച് പഴന്തുണി പോലെ മാർദ്ദവും മഞ്ഞു പോലെ വെണ്മയും ഉള്ളതാക്കി മാറ്റിയിരുന്നു. ഇരുമ്പ് വളയം മീഷ്കയെ ഒട്ടും അലട്ടിയിട്ടില്ല എന്ന് തോന്നി. ഗ്രീഷ്മവും ശിശിരവും ഹേമന്തവും കടന്നുപോയി. മീഷ്കയുടെ രണ്ടാമത്തെ വസന്തവും അടുത്തെത്തി. അവനിപ്പോൾ 9 മാസം പ്രായമുണ്ട്. 1 വയസ്സായ ഒരു പശുക്കിടാവിനേക്കാൾ പൊക്കമുണ്ടായിരുന്നു അവന്. ശക്തിയും വേഗതയും അവനുണ്ടായിരുന്നു. തോപ്പുകളിൽ ചുറ്റി നടന്ന് മരങ്ങളുടെ ഇളം തണ്ടുകൾ ചവയ്ക്കുവാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരുന്നിരിക്കണം അവൻ തല എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരുന്നത്. പുല്ല് തിന്നാൻ തല കുനിച്ച് അവന് തീരെ ശീലമില്ലായിരുന്നു. അവന് കൊമ്പുകൾ മുളച്ചു. ആദ്യം അവ തുടുത്ത് വീർത്ത് മൃദുവായിരുന്നു. ഒരു പഴുത്ത പീച്ചിന്റെ പുറം പോലെ നനുനനുത്ത രോമങ്ങൾ കൊണ്ട് അവ പൊതിയപ്പെട്ടിരുന്നു. സൂര്യന് പുറം തിരിഞ്ഞ മീഷ്ക നിൽക്കുമ്പോൾ അവന്റെ കൊമ്പുകൾക്കുള്ളിലെ രക്തത്തിന്റെ ചുവപ്പ് നിറം ഞങ്ങൾക്ക് കാണാമായിരുന്നു. കൊമ്പുകൾ മൃദുവായിരുന്നപ്പോൾ അവൻ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. ഞങ്ങളുടെ അടുത്ത് വന്ന് തല കൊണ്ട് മെല്ലെ ഞങ്ങളെ ഉരുമിക്കൊണ്ട് നിൽക്കും. അവന്റെ കൊമ്പുകൾ തടവി കൊടുക്കണം എന്നായിരുന്നു അതിനർത്ഥം. അവ ചുട്ടു പൊള്ളുന്നവയും വളരെ മൃദുവുമായിരുന്നു. ഞങ്ങൾ അറിയാതെ അമർത്തി തിരുമിയാൽ ഉടനെ അവൻ ഞെട്ടി മാറിയിട്ട് ഞങ്ങളെ തൊഴിക്കാൻ ഒരുമ്പെടും. ഇതിനിടെ ഞങ്ങൾ ഉറ്റ ചങ്ങാതിമാരായി കഴിഞ്ഞിരുന്നു. എന്നും ഞങ്ങൾ മീഷ്കയോടൊപ്പം കളിക്കും. ഞങ്ങൾ കാട്ടിലേക്കോ മലയിലേക്കോ പോകുമ്പോഴെല്ലാം അവൻ പിന്നാലെ വരുമായിരുന്നു. അസാധാരണമായ ഒരു ഘോഷയാത്രയായിരുന്നു അത്. ഞങ്ങൾ 4 കുട്ടികൾ, അടുത്ത ഗ്രാമത്തിലുള്ള കസാക്ക് കുട്ടികൾ, 5 6 പട്ടികൾ, എല്ലാവരുടെയും മധ്യത്തിലായി മീഷ്ക. ഒറ്റയ്ക്കിരിക്കാൻ അവൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. മനുഷ്യരോട് ഇപ്പോൾ അവൻ മുമ്പന്നത്തെക്കാൾ കൂടുതൽ അടുത്തു.
ഒരിക്കൽ യൂലിയ മീഷ്കയെ കളിപ്പിക്കുകയായിരുന്നു. അവൾ പേടിച്ചതുപോലെ ഓടി. മീഷ്ക പിന്നാലെ പാഞ്ഞു ചെന്നു. യൂലിയ കുലുങ്ങി ചിരിച്ചുകൊണ്ട് പൂമുഖത്തേക്കുള്ള പടികൾ ഓടിക്കയറി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് മീഷ്കയെ നാക്ക് നീട്ടി കാണിച്ചു. മീഷ്ക തല പൊക്കിപ്പിടിച്ച് അവളെ പോലെ തന്നെ നാക്ക് നീട്ടിക്കൊണ്ട് ചീറ്റി. ഞങ്ങൾ അത്ഭുത സ്തബ്ധരായി. മീഷ്ക മിടുക്കൻ. മീഷ്ക എന്ന കഥയുടെ 2ാം ഭാഗം നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ആഴ്ചയിൽ 3ാമത്തെ ഭാഗം തുടർന്ന് കേൾക്കാം.